ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക്കിൽ ഫേസ് ഡയഗ്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ആദ്യത്തെ കാറ്റഗറി ഫേസ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. അതിന്റെ പേര് നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രാം എന്നാണ് പറയുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാം തന്നെയാണ് ഇന്നും എക്സാമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബൈനറി ഫേസ് ഡയഗ്രാം, രണ്ട് കമ്പോണന്റ് ഉള്ള ഫേസ് ഡയഗ്രാം എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ഇവിടെ രണ്ട് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ കോപ്പറും നിക്കലും, കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫേസ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറും എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനുമാണ് നമ്മൾ എടുക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറും എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ 1000, 1200, 1300, 1400, 1500, 1600 എന്നുള്ള സ്കെയിലിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കോമ്പോസിഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമ്മൾ നമ്മുടെ ഒറിജിനിൽ നിന്നും നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്നത് വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കലിന്റെ വെയിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എഴുതുക. അപ്പൊ നിക്കലിന്റെ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ എടുക്കുമ്പോൾ അത് 0-ൽ നിന്നും 100% വരെ വേരി ചെയ്യും, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും. ഇനി അതേസമയം വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് കോപ്പർ അതേസമയം 100%-ൽ നിന്നും 0 വരെ വേരി ചെയ്യും. ഇതാണ് നമ്മുടെ ഏറ്റവും താഴത്തെ ആക്സിസ്. മനസ്സിലാക്കുക, നമ്മുടെ എക്സ് ആക്സിൽ ടെമ്പറേച്ചർ, താഴെ എക്സ് ആക്സിൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, വൈ ആക്സിൽ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ കോപ്പർ നിക്കൽ സിസ്റ്റം എങ്ങനെ അതൊരു ഓരോരോ ടെമ്പറേച്ചറിൽ, ഓരോരോ കോൺസെൻട്രേഷനിൽ, കോമ്പോസിഷനിൽ അതെങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഫേസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് ഫേസുകളാണുള്ളത്. ഒന്ന് ആൽഫ റീജിയൻ, രണ്ട് ലിക്വിഡ് റീജിയൻ, മൂന്നാമത്തത് ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയൻ. ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും സോളിഡ് ഫേസുകളെ നമ്മൾ പറയുന്നത് ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഗ്രീക്ക് ലെറ്റർ എന്ന് പറയുമ്പോൾ ആൽഫ, ബീറ്റ, ഗാമ പോലെയുള്ള ലെറ്ററുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോളിഡ് ഫേസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോളിഡ് ഫേസ് ആണ്. ഇപ്പം സോളിഡ് ഫേസ് നിൽക്കുന്നത് ഈ ഓറഞ്ച് കളറിലുള്ള ലൈനിന് താഴെയുള്ള ഏരിയ മുഴുവൻ സോളിഡ് ഫേസ് ആണ്. ആ ഒരു ഗ്രീൻ കളറിന് മേളിലുള്ള റീജിയൻ മുഴുവൻ ലിക്വിഡ് ഫേസ് ആണ്. അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന റീജിയൻ മുഴുവൻ ആൽഫ പ്ലസ് ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് പ്ലസ് ലിക്വിഡ് റീജിയൻ ആണ്. ഇപ്പൊ ലിക്വിഡ് റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉള്ളത്? കോപ്പറിന്റെയും നിക്കലിന്റെയും ഒരു ഹോമോജീനിയസ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. കോപ്പറിന്റെയും നിക്കലിന്റെയും ഹോമോജീനിയസ് ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന അവിടെ എന്താണ്? കോപ്പറിന്റെയും നിക്കലിന്റെയും സോളിഡ് സൊല്യൂഷൻ ആണ്. ആൽഫ റീജിയനിൽ നമുക്കുള്ളത് കോപ്പറിന്റെയും നിക്കലിന്റെയും സോളിഡ് സൊല്യൂഷൻ ആണ്. കോപ്പറും നിക്കലും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ ലിക്വിഡ് റീജിയനിൽ കോപ്പറിന്റെയും നിക്കലിന്റെയും ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമുക്ക് അവിടെ ഉള്ളത്. ആൽഫ റീജിയനിൽ നമുക്കുള്ളത്, ആൽഫ റീജിയൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ദേ കാണിക്കുന്ന റീജിയൻ, ആൽഫ റീജിയനിൽ നമുക്ക് കോപ്പറിന്റെയും നിക്കലിന്റെയും സോളിഡ് സൊല്യൂഷൻസ് ആണ്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോളിഡ് സൊല്യൂഷൻ എല്ലാ എലമെന്റ്സും തമ്മിൽ സോളിഡ് സൊല്യൂഷൻസ് ആവില്ല. ഏതൊക്കെ തമ്മിൽ സോളിഡ് സൊല്യൂഷൻ ആകും എന്ന് പറയുന്ന റൂളാണ് ഹ്യൂം-റോത്തറീസ് റൂൾസ്. അപ്പം കോപ്പറിനും നിക്കലും സിമിലർ അറ്റോമിക് റേഡിയസ് ആണ്,
സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, സിമിലർ വാലൻസി ആണ്. അതുകൊണ്ട് കോപ്പറും നിക്കലും നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് ആയിട്ട് മാറും. ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻസ് വേറെയുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അയണും കാർബൺ. പക്ഷെ ഇവിടെ കോപ്പറും നിക്കലും സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് വാക്കുകൾ കൂടിയുണ്ട്, ലിക്വിഡസ് ലൈനും സോളിഡസ് ലൈനും. അപ്പം ഒരു ലിക്വിഡ് റീജിയണിനെയും ഒരു ലിക്വിഡ് പ്ലസ് സോളിഡ് റീജിയണിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏരിയയെ അല്ലെങ്കിൽ ഒരു ലൈനിനെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ അതിനെ ലിക്വിഡസ് ലൈൻ എന്നും, അതേസമയം ഒരു സോളിഡ് റീജിയണിനെയും ഒരു സോളിഡ് പ്ലസ് ലിക്വിഡ് റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ലൈനിനെ സോളിഡസ് ലൈൻ എന്നും പറയുന്നു. ഒന്നുകൂടെ പറയാം, ഒരു ലിക്വിഡ് റീജിയനെയും ഒരു ലിക്വിഡ് പ്ലസ് സോളിഡ് റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ലൈനിനെ നമ്മൾ ലിക്വിഡസ് ലൈൻ എന്ന് പറയും, ലിക്വിഡസ് ലൈൻ. അതേസമയം ഒരു സോളിഡ് റീജിയണിനെയും അതുപോലെ സോളിഡ് പ്ലസ് ലിക്വിഡ് റീജിയണിനെയും വേർതിരിക്കുന്ന ലൈനിനെ നമ്മൾ സോളിഡസ് ലൈൻ എന്ന് പറയും, സോളിഡസ് ലൈൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ളത് ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ്. ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വളരെ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3 കാര്യങ്ങൾ. അതിലൊന്ന് ഫേസസ്, രണ്ടാമത്തെ കാര്യം കോമ്പോസിഷൻ ഓഫ് ഫേസസ്, മൂന്നാമത്തെ കാര്യം പെർസെൻറ്റേജ് ഓഫ് ഫേസസ്. ഓക്കെ, അതായത് ഒരു ഉദാഹരണം, നമ്മളിപ്പം 1100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ എടുക്കുന്നു. 1100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ എടുക്കുന്നു. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് 60 വെയിറ്റ് പെർസെൻറ്റേജ്, അതായത് 1100 ഡിഗ്രി സെൽഷ്യസ് 60 വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ. അപ്പം 60 വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, 60% നിക്കലും 40% കോപ്പറും ആണുള്ളത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ അലോയ് എവിടെ വരും? 60 വെയിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 60 വെയിറ്റ് പെർസെൻറ്റേജിന്റെ ലൈൻ പോകുന്നത് ഈ രീതിയിലാണ്. 1100 ലൈൻ പോകുന്നത് ഈ ഒരു രീതിയിൽ. അപ്പൊ നമ്മുടെ പോയിന്റ് ഇവിടെ നിൽക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഈ പർട്ടിക്കുലർ പോയിന്റ് ഏത് ഫേസിലാണ് വരിക? നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് ആൽഫ റീജിയൻ ആണെന്ന് നമുക്ക് പറയാം. ആൽഫ റീജിയൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആൽഫ റീജിയൻ അഥവാ അതൊരു സോളിഡ് റീജിയൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആൽഫ റീജിയൻ അഥവാ അതൊരു സോളിഡ് റീജിയൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അതേസമയം വേറൊരു എക്സാമ്പിൾ എടുത്താലോ? നമുക്കൊരു 1350 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നു എന്ന് വിചാരിക്കും. 80 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കൽ എടുക്കുന്നു എന്ന് വിചാരിക്കും. 80 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കൽ എന്ന് പറയുമ്പോൾ 80% നിക്കലും 20% കോപ്പറും വരും. 80% നിക്കലും 20% കോപ്പറും വരും. അതെവിടെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും? 80 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലിന്റെ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അത് ഏകദേശം ഈ ഒരു രീതിയിൽ പോകും. 1350 ലൈൻ നമുക്കൊരു പർട്ടിക്കുലർ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ റീജിയനിൽ നിൽക്കും. അപ്പോൾ നോക്കിയാൽ അതെവിടെയാണ് നിൽക്കുന്നത്? അത് ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയനിലാണ് നിൽക്കുന്നത്. ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയനിലാണ് നിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കിങ്ങനെ ഓരോ അലോയിയും അതിന്റെ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഏത് ഫേസിലായിരിക്കും എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ നമുക്ക് എന്ത് തരും? ആര് തരും? നമ്മുടെ ഫേസ് ഡയഗ്രാം തരും. ഏത് ഫേസിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഫേസ് ഡയഗ്രാം തരും. ഓക്കെ ആണല്ലോ? അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്
അടുത്തത് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാനൊരു ഫിഗർ കൂടെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട അതേ ഫിഗർ, കുറച്ചു നേരം മുമ്പ് കണ്ട അതേ ഫിഗർ കുറച്ചുകൂടെ ഒന്ന് അതിന്റെ ഒരു 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 സൈസ്ഡ് വേർഷൻ, ഒരു സ്കെയിൽ വേർഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ കണ്ട അതേ ഫിഗർ തന്നെയാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് ഫേസ് നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാകുന്നു. സെക്കൻഡ് വൺ കോമ്പോസിഷൻ ഓർ കോൺസെൻട്രേഷൻ. ശ്രദ്ധിക്കൂ, നമ്മുടെ ഒരു പർട്ടിക്കുലർ അലോയി, സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ കോമ്പോസിഷൻ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ബിയുടെ കോമ്പോസിഷൻ നമുക്ക് എന്ത് വരും? 30% നിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 30% നിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് സോളിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ആൽഫ റീജിയണിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സി എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്യുന്നു. അതിനെ നമുക്ക് താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ അതേസമയം ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ബി, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ നമ്മൾ കോമ്പോസിഷൻ എടുക്കണമെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് 2 ഫേസ് റീജിയണിന്റെ കോമ്പോസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നു. ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന തരത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ എവിടെ പോയി ടച്ച് ചെയ്യുന്നു? അത് നമ്മുടെ ലിക്വിഡസ് ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സോളിഡസ് ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അതേ പോയിന്റുകളെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യും. CL, ഇത് CL-ഉം ഇത് C ആൽഫയുമാണ്. അപ്പൊ 2 ഫേസ് റീജിയണിൽ കോമ്പോസിഷൻ എടുക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ CL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസ് കോമ്പോസിഷൻ ആണ്. ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബി, ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബി, അതിലെ ലിക്വിഡിന്റെ ഫേസ് കോമ്പോസിഷൻ ആണ്. ലിക്വിഡ് ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബി. പോയിന്റ് ബിയിലെ ലിക്വിഡ് ഫേസ് കോമ്പോസിഷൻ ആണ് CL-ന്റെ വാല്യൂ തരും. അതുപോലെ തന്നെ C ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഫേസ് കോമ്പോസിഷൻ ആണ്. സോളിഡ് ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബി. സോളിഡ് ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബി. അപ്പം വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയോ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പോസിഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ഇതൊരു 2 ഫേസ് റീജിയണിലാണ് നമ്മുടെ പോയിന്റ് വരുന്നതെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കോമ്പോസിഷൻ പറയാൻ പറ്റില്ല. അതിനാണ് നമ്മളൊരു ടൈ ലൈൻ നമ്മളിവിടെ വരയ്ക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് ടൈ ലൈൻ എന്നാണ്. ആ ടൈ ലൈൻ ലിക്വിഡസ് ലൈനിലും സോളിഡസ് ലൈനിലും ടച്ച് ചെയ്യുന്ന പോയിന്റുകളുണ്ട്. ലിക്വിഡസ് ലൈനിലും സോളിഡസ് ലൈനിലും ടച്ച് ചെയ്യുന്ന പോയിന്റുകളുണ്ട്. അവിടുന്ന് നമ്മൾ താഴേക്ക് നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യും. ആ പോയിന്റുകളെ ഡ്രോപ്പ് ചെയ്ത് CL-ഉം C ആൽഫയും കണ്ടുപിടിക്കും. അപ്പൊ CL മീൻ ചെയ്യുന്നത് ലിക്വിഡ് ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബിയും C ആൽഫ മീൻ ചെയ്യുന്നത് സോളിഡ് ഫേസ് കോമ്പോസിഷൻ ഓഫ് പോയിന്റ് ബിയും ആയിരിക്കും. അതറിഞ്ഞിരിക്കണം. ഇനി നമുക്കറിയേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഫേസ്, അതായത് ഇതിൻ്റെ അകത്ത് എന്തുമാത്രം ഉണ്ട് ലിക്വിഡ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫേസ് കോമ്പോസിഷൻ ആണ് അറിയുന്നത്. അതായത് നമുക്കിപ്പോ സേ ഫോർ എക്സാമ്പിൾ CL ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഈ CL-ന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 32 വരും എന്ന് വിചാരിക്കും. 32 weight% നിക്കൽ എന്നാണ് നമുക്ക് പറയുക. C ആൽഫ നമ്മളിവിടെ നോക്കുമ്പം ഒരു 43 വരും നോക്കുക. 43 weight% ഓഫ് നിക്കൽ എന്നായിരിക്കും നമുക്ക് ഈ വാല്യൂസ് കിട്ടുക. അതേസമയം ഈ ഒരു പർട്ടിക്കുലർ
പോയിന്റിൽ ബി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ലിക്വിഡ് എന്തുമാത്രം പെർസെന്റേജ് ഉണ്ട്, സോളിഡ് പാർട്ടിക്കിൾസ് എന്തുമാത്രം പെർസെന്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റണം. അതായത് ഈ പർട്ടിക്കുലർ CO അതൊരു 35 വെയിറ്റ് പെർസെന്റേജ് നിക്കൽ ആണെന്ന് വിചാരിക്കുക. CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വെയിറ്റ് പെർസെന്റേജ് നിക്കൽ ആണെന്ന് വിചാരിക്കുക. 35 വെയിറ്റ് പെർസെന്റേജ് നിക്കലിന്റെ ഒരു അലോയ് ആണെന്ന് വിചാരിക്കുക. പക്ഷെ അത് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയനിൽ എത്തും. ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയനിൽ എത്തും. ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയനിൽ എത്തുമ്പം അതിൻ്റെ അകത്ത് സോളിഡ് എന്തുമാത്രം ഉണ്ട്, ലിക്വിഡ് എന്തുമാത്രം ഉണ്ട്, സോളിഡിന്റെ പെർസെന്റേജ് എത്രയാണ്, ലിക്വിഡിന്റെ പെർസെന്റേജ് എത്രയാണ് എന്നുള്ളത് നമുക്കറിയാം. അതിന് നമ്മളൊരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അവിടെ എപ്പോഴും വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസും, അത് വെയിറ്റ് ഓഫ് ദി സോളിഡ് ഇസ് ഈക്വൽ ടു ഓർ ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസും ആയിരിക്കും. അപ്പൊ ഇവിടെ ആറും എസും എന്താണെന്നുള്ളത് ഇവിടെ വരച്ചിട്ടുണ്ട്. എസിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ 3 ഇൻഫർമേഷൻ, ഫേസ്, കോമ്പസിഷൻ ഓർ ഫേസ് ഫ്രാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുക.